യേശുനാഥൻ വിതച്ച വിത്ത് ഹൃദയത്തിൽ പേറുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമതായി, ക്രിസ്തു ഉദ്ബോധനത്തിലെ അസ്വാഭാവികത. ഒരു സിനഗോഗിലോ ദേവാലയത്തിലോ യഹൂദ റബ്ബിമാർ നടത്തിയിരുന്ന ദൈവവചന പ്രഘോഷണം കർത്താവായ യേശുനാഥൻ ഒരു വള്ളത്തിലേക്ക് കയറി നിന്നുകൊണ്ട് പ്രഘോഷിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് മലമുകളിലേക്കും സമതലത്തിൽ നിന്നും വിജനതയിലും പുൽപ്പുറങ്ങളിലുമൊക്കെ ഈ വചനം പ്രഘോഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ കർത്താവ് വള്ളത്തിൽ കയറി നിന്ന് പ്രഘോഷിച്ചപ്പോൾ തന്നെ ഒത്തിരി പേർ അവനെ വിമർശിച്ചിട്ടുണ്ടാകാം. ഇവിടെയാണോ ദൈവവചനം പ്രഘോഷിക്കുന്നത് എന്ന്. ചിന്തകനായ വില്യം ബാർക്ലേ ഇപ്രകാരം പറയും: അവനെതിരെ സിനഗോഗിന്റെ വാതിലുകൾ അടഞ്ഞപ്പോൾ അവൻ വെളിയിലെ ദേവാലയത്തിലേക്ക് പോയി ഗ്രാമവീഥികളിലും വഴികളിലും തടാകക്കരയിലും സ്വന്തം വീടുകളിലും മനുഷ്യരെ പഠിപ്പിച്ചു എന്ന്. ഉപമ എന്ന വാക്കിന് പിന്നിലെ ഒരാശയം കൂടെ എറിയുക എന്നതാണ്. പഠിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിച്ച സത്യത്തോടൊപ്പം കർത്താവ് എറിഞ്ഞുകൊടുത്ത കഥയാണ് ഇത്. യേശുനാഥൻ എറിഞ്ഞുകൊടുത്ത വചനങ്ങൾ അഥവാ കർത്താവ് പകർന്നേകിയ വചനങ്ങൾ എല്ലാവരിലും ഒരുപോലെ ചെന്നെത്തിയില്ല. അതാണ് വിതക്കാരൻ്റെ ഉപമയിൽ നിലകൊണ്ടിരിക്കുന്ന സത്യം. രണ്ടാമതായി, വിതക്കാരൻ വിതയ്ക്കാൻ പോയി. യേശുനാഥൻ വിതക്കാരൻ്റെ ഈ ഉപമ പറയുന്നത് യഹൂദ സംസ്കാരത്തിൽ അന്ന് നിലകൊണ്ട കർഷക രീതിയിലൂടെയാണ്. അവിടെ ആദ്യം വിത്തുകൾ നിലത്ത് വിതയ്ക്കുകയും പിന്നീട് ഉഴുതു മറിക്കുകയും ചെയ്യുന്ന കാർഷിക സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് വിതക്കാരൻ്റെ ഈ ഉപമ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്: ദൈവം നിന്നിലേക്ക് നിക്ഷേപിക്കുന്ന വചനത്തെ നിന്റെ സ്വന്തം പ്രയത്നത്താൽ അത് ഫലഭൂഷ്ടിയുള്ളതായി മാറുവാൻ നീ തന്നെ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ദൈവം നൽകുന്നതിനെ നിന്റെ പ്രവൃത്തിയിലൂടെ നീ ഫലമുള്ളതാക്കി തീർക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നിനക്കുണ്ട്. ഒന്നാമത്തേത് വഴിയരികിൽ വീണ വിത്താണ്. ആ വചനം നിക്ഷേപിക്കപ്പെട്ടവൻ അത് അവൻ്റേതല്ല എന്ന കരുതലിൽ അതിനെ തിരസ്കരിച്ചു. എല്ലാവരും ചവിട്ടി നടക്കുന്ന വഴി എനിക്ക് കൃഷി ചെയ്യുവാനുള്ള ഇടമല്ല എന്ന ധാരണയിൽ, എനിക്ക് വേണ്ടിയല്ല ഈ വചനം നൽകപ്പെട്ടത് എന്ന മൂഢധാരണയിൽ അവനിലേക്ക് വന്ന വചനത്തെ അവൻ തിരസ്കരിച്ചു. മറ്റുള്ളവരുടെ വിലകെട്ട സംസാരത്തിൽ അവനിലേക്ക് വന്ന വചനം പൂർണ്ണമായും ചവിട്ടിത്തേക്കപ്പെട്ടു. 2, മണൽ കുറവുണ്ടായിരുന്ന പാറമേൽ വീണ വിത്ത്. വിത്തിനെ വളർത്തേണ്ട മണ്ണ് വളരെ കുറവായിരുന്നു. ആ മണ്ണ് കിടന്നതോ കാഠിന്യത്തിൻ്റെ അലിയാത്ത ഇളകാത്ത പാറമേലും ആയിരുന്നു. അതിനാൽ ദൈവവചനം ഫലമുള്ളതായി തീരുവാനുള്ള സാധ്യതകൾ നമ്മിൽ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കാഠിന്യത്തിൻ്റെ പാറയുടെ അവസ്ഥ, ഹൃദയകാഠിന്യത്തിൻ്റെ, ചില വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ, എൻ്റെ ചില തെറ്റായ ബോധ്യത്തിൻ്റെ, മറ്റുള്ളവരുടെ ബോധ്യത്തിൻ്റെ, എൻ്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും ഒക്കെയായ പല കാര്യങ്ങളും വചനത്തെ മുളപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ എന്നിൽ നിലകൊണ്ടു. എന്നാൽ ബാഹ്യമായി വചനം മുളയ്ക്കുവാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന മണൽപ്പുറം അവിടെ ഉണ്ടായിരുന്നു. 3, മുള്ളുകൾക്കിടയിൽ വീണത്. ഒരുപക്ഷെ ആ നിലം വളരെ ഫലഭൂഷ്ടിയുള്ളതായിരുന്നു. അവിടെ ധാന്യങ്ങളും മുള്ളുകളും പലവിധമായ ചെടികളും തന്നെ വളർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ വളരേണ്ട ധാന്യം വളരേണ്ടതുപോലെ വളരുവാൻ കൂടുതൽ വളർച്ചയുണ്ടായിരുന്ന മുൾച്ചെടികൾ അനുവദിച്ചില്ല എന്നതുകൊണ്ട് ഫലം നൽകേണ്ട ധാന്യം അവിടെ ശുഷ്കിച്ചു പോവുകയും മുൾച്ചെടികളാൽ ഞെരുക്കപ്പെട്ട് ഇല്ലാതെയാവുകയും ചെയ്യുകയാണ്. നമ്മുടെ ഒത്തിരി ചിന്തകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരി അധ്വാനവും തിരക്കുകളുമൊക്കെ എൻ്റെ വചന ജീവിതത്തെയും വചന ഫലത്തെയും നിഷ്ക്രിയമോ നിരർത്ഥകമോ നിഷ്ഫലമോ ആക്കി തീർക്കും. 4, നല്ല നിലത്ത് വീണ വിത്ത്. വചനത്തിന് വേണ്ടി മാത്രം ഞാൻ കാത്തുവെക്കുകയും കരുതി വയ്ക്കുകയും ചെയ്യുന്ന എൻ്റെ ജീവിത അവസ്ഥയാണത്.
മറ്റൊന്നും അതിൽ ഉൾപ്പെടുവാനോ വചനത്തിനു വേണ്ടി സമ്പൂർണമായ ദാഹത്തോടുകൂടി ഞാൻ നിലകൊള്ളുകയും വചനം എന്നിൽ ഫലമാകുവാൻ ഞാനൊരുക്കുന്ന സമ്പൂർണ്ണ സാഹചര്യവും അവസരവും സാധ്യതകളും ഇതിനെ സൂചിപ്പിക്കുന്നു. വചനം എന്നത് ക്രിസ്തുവാണ്. വചനം മാംസമായ ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിൽ ഫലമായി തീരുവാൻ, ഫലപുഷ്ടിയുള്ളതായി തീരുവാൻ, അത് എനിക്കും മറ്റുള്ളവർക്കും ഫലം നൽകുന്ന സ്നേഹത്തണലും സ്നേഹവൃക്ഷവുമായി തീരുവാൻ നാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തു വചനത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.